നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായ പകൽവേളയിൽ നമുക്ക് ഒരുമിച്ച് ഈ ആരാധനാലയത്തിലായിരിക്കാൻ, നമ്മുടെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ, അതിൻ്റെ മാധുര്യം ഏറ്റെടുക്കുവാൻ ഒരവസരം കൂടെ ലഭ്യമായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. അത്യധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് പകൽക്കാലം ഈ ആത്മീക ശുശ്രൂഷയിൽ പങ്കാളികളാകുന്നത്. അതിന് വിവിധങ്ങളായ കാരണങ്ങളുണ്ട്. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ വർഗീസ് സാമുവൽ, സിസ്റ്റർ മേഴ്സി കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ദൈവദാസനെ പരിചയപ്പെടുവാനുള്ള അവസരമുണ്ടായതെന്ന്. അദ്ദേഹം ഈ സെൻറ്ററിലെ ശുശ്രൂഷകനായിരുന്നില്ല. എന്നാൽ അന്നു മുതൽ എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു താല്പര്യമാണ് അദ്ദേഹത്തെ ഈ സെൻറ്ററിലെ ഒരു ശുശ്രൂഷകനായി ലഭ്യമാകണം എന്നുള്ളത്. അതിന് തക്ക സമയത്ത് ദൈവം ഒരു വഴി തുറക്കുകയും ഈ സഭയുടെ ശുശ്രൂഷകനായി അദ്ദേഹം വന്നെത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിന്നയോളം ഈ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തെക്കുറിച്ച് സന്തോഷത്തോടെ പറയുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ 5ഉം 6ഉം കുഞ്ഞുങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെയൊക്കെ തലമുറയിൽ 5ഉം 6ഉം കുഞ്ഞുങ്ങൾ. അതിന് മുകളിലുള്ള തലമുറയിലേക്കൊക്കെ നോക്കിയാൽ 10ഉം 12ഉം കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളാണ് നമ്മളുടെ സമൂഹത്തിലുണ്ടായിരുന്ന വീടുകൾ. എന്നാൽ ഇന്ന് ആ സ്ഥിതിക്കൊക്കെ വ്യത്യാസം വന്ന് 2 കുട്ടികളൊക്കെ മാത്രം കഷ്ടിച്ചുള്ള സാഹചര്യങ്ങളാണ് പല ഭവനങ്ങളിലും ഉള്ളതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ ദൈവ വേലയോടുള്ള ബന്ധത്തിൽ ദൈവവചനം പഠിക്കുവാൻ, തൻ്റെ പിതാവിൻ്റെ കാൽച്ചുവടുകൾ പിൻപറ്റുവാനുള്ള താല്പര്യം കാണിച്ചു എന്ന് പറയുമ്പോൾ അവരെത്രത്തോളം സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടുമാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണത്. അതുതന്നെ എനിക്ക് ഹൃദയത്തിൽ വളരെയേറെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം കുമ്മനാട് ബൈബിൾ കോളേജുകളിലേക്കൊക്കെ ചെന്നാൽ ഇപ്പോൾ നമുക്ക് മലയാളികളായ കുട്ടികളില്ല, 1ഉം 2ഉം പേര് പോലുമില്ല. എല്ലാം വടക്കേ ഇന്ത്യയിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെ വരുന്നവർ അല്ലെങ്കിൽ വരുത്തുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ തലമുറകൾ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുന്നുവെന്നുള്ളത് വളരെയേറെ അനുകരണീയവും പ്രശംസനീയവുമായ ഒരു കാര്യമാണ്. പ്രിയമകൾ ഗ്ലാഡിസിനെയും പ്രിയപ്പെട്ട മാത്യുവിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതുപോലെ എനിക്ക് താല്പര്യമുള്ള ഒരു യൗവനക്കാരനാണ് പ്രിയപ്പെട്ട മാക്സ്വലും അതുപോലെ സൗമ്യയും. ഞാൻ കായംകുളത്ത് സൂചിപ്പിച്ചതുപോലെ മാക്സ്വലും ദൈവ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃ സെൻറ്ററിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു താല്പര്യമല്ലാതെ തന്നെ ദൈവം പറഞ്ഞയച്ച പല സ്ഥാനങ്ങളിൽ കടന്നു പോകുവാനും മാക്സ്വലും മാവേലിക്കരയിലേക്ക് വരണം എന്ന് എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. അതും എൻ്റെ ആ പ്രതീക്ഷകൾക്കൊക്കെ ഉപരിയായി ദൈവം തന്നെ ഒരു വഴി തുറന്ന് അവരും ഈ സെൻറ്ററിലേക്ക് വന്നെത്തുവാൻ കർത്താവ് കൃപ ചെയ്തതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. മാനുവൽ ബ്രദറും അതുപോലെ കുടുംബം ദീർഘവർഷം ഈ സഭ ആരംഭിച്ച ആദ്യകാലം മുതൽ ഈ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇന്ന് പ്രിയ മകനും കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ടായ താല്പര്യം അവന് ഒരു സുവിശേഷകനാകണം എന്നുള്ളതാണ്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ അവൻ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. മാതാപിതാക്കൾ അവനെ അതിനുവേണ്ടി പ്രതിഷ്ഠിച്ചതുകൊണ്ടോ നമ്മൾ ആശംസിച്ചത് കൊണ്ടോ അവനൊരു സുവിശേഷകനാകത്തില്ല. എന്നാൽ സർവശക്തൻ മുന്നമേ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും നിവൃത്തിയാകും. കർത്താവ് അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ അത് സഫലമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുമനച്ചാനെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട ഫ്രെഡിയും കുടുംബവും അവരുടെ പ്രിയ പിതാവ് ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം മുതൽ ഞാൻ ഈ സഭയുടെ ജോർജ് കുട്ടിയുടെ ശുശ്രൂഷിക്കുന്ന കാലത്തൊക്കെ അനേക കൂട്ടായ്മകൾക്കും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ അവരുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ആ പ്രിയ ഫേബിയും ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആ കുടുംബത്തെ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ
പ്രിയപ്പെട്ട രാജു, ആ കുടുംബം, അവരെ ഓർക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ ചാമത്ത് ബുക്ക് സഭയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവരെല്ലാവരും വളരെ വ്യക്തിപരമായി ബന്ധമുള്ളവരാണ്. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള വാദം ഇന്നലെ നമ്മളിൽ നടത്തിയ ഒരു വാദമാണ്. അതിൻ്റെ പ്രധാന കാരണം വാദമാണ്. കാരണം മഴ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ശാന്തമായിരുന്ന മുട്ടുവേദന, അതുപോലുള്ള വേദന അല്പമായിട്ട് ഇന്നലെ അല്ല, കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇന്നലെ അല്പം ഭാരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിനക്ക് വരാനുള്ള സുഖം ദൈവം തരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്നാണ് പറഞ്ഞത്. കർത്താവ് പ്രാർത്ഥന കേട്ടു. ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും ഞാനൊരു പ്രാവശ്യം കൂടെ എല്ലാവരുടെയും പേര് പറഞ്ഞ് ഞാൻ നിങ്ങളെ വന്ദനം ചെയ്തതായി നിങ്ങൾ കണക്കാക്കണമേ. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സുദീർഘമായ ഒരു പ്രഭാഷണത്തിനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല എങ്കിലും തിരുവെഴുത്തിൽ നിന്നൊരു ഭാഗം വായിച്ച് അല്പകാര്യങ്ങൾ ചിന്തിച്ച് നമുക്ക് അനന്തരമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ആമേൻ. ആമേൻ. വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം എഴുതുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതുകൊണ്ട് ഇനി ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം പ്രദാനം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണത്. ക്രിസ്തുവേശുവിലാണോ ഇനി ഒരു ശിക്ഷാവിധിയുമില്ല. വേദപുസ്തക പ്രകാരം മനുഷ്യവർഗത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കുവാൻ കഴിയും. 1 ക്രിസ്തുവേശുവിൽ ഉള്ളവർ, 2 ക്രിസ്തുവേശുവിൽ ഉള്ളവരല്ലാത്തവർ, അതിലുൾപ്പെടാത്ത ആളുകൾ, 3 യഹൂദന്മാർ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ലോകത്തെ മനുഷ്യരെ വേദപുസ്തകം 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. 1 ജാതികൾ, ക്രിസ്തുവിനെ അറിയാത്തവർ. അല്ല, രണ്ടാമത്തെ ഒരു കൂട്ടർ ക്രിസ്തുവിനെ അറിഞ്ഞവർ, അതാണ് സഭ. ജാതികൾ, സഭ, യഹൂദന്മാർ. അങ്ങനെ 3 ജനവിഭാഗങ്ങളാണുള്ളത്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്തുവേശുവിലാണ്. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എഫേസ്യ ലേഖനം വായിക്കേണ്ടതില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ടല്ലോ. 2-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, മുമ്പേ നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ. ആമേൻ. അതായിരുന്നു നമ്മളുടെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റസ്. നമ്മൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യർ, ലോകത്തിൽ ദൈവമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു. അതായിരുന്നു നമ്മുടെ മുമ്പലത്തെ സ്ഥിതി എങ്കിൽ തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്, നിങ്ങൾ മുമ്പേ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നവരാണ്. ആമേൻ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സജീവമായി വസിക്കുന്നു എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ. ആമേൻ. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നമ്മുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രിസ്തുവേശുവിലുള്ളവരാണ് എന്നുള്ളതാണ്. അപ്പം എന്താണ് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചാൽ, എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ഞാൻ ക്രിസ്തുവേശുവിൽ ഉള്ളവനാണ്. ക്രിസ്തു യേശു മഹത്വത്തിൻ്റെ പ്രത്യാശയായി, മഹത്വത്തിൻ്റെ രാജാവായി എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകം അങ്ങനെയുള്ളവർക്ക് യോഗ്യമല്ല. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. എന്തുകൊണ്ട് ഈ ലോകം നമുക്ക് യോഗ്യമല്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തിന് ഉള്ളവരല്ല, ലോകപ്രകാരം ഉള്ളവരല്ല, ലോകത്തിൻ്റെ ശൈലി അനുസരിച്ച് ജീവിക്കുന്നവരുമല്ല നമ്മൾ.
ആ റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമുക്ക് 3 നെഗറ്റീവ്സ് കാണാൻ കഴിയും. 3 നെഗറ്റീവ്സ്. ആ 3 നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഫലത്തിൽ അത് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ആദ്യത്തെ നെഗറ്റീവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് ഇനി ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പം നമ്മൾ ക്രിസ്തുവേശുവിലായതുകൊണ്ട് തന്നെ ഈ ലോകം നമുക്ക് യോഗ്യമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന, നമ്മൾ അനുഭവിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടെ വിശുദ്ധ പൗലോസ് ആ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വേദഭാഗങ്ങൾ കൂടെ വളരെ വേഗതയിലൊന്നും വായിച്ച് മുമ്പോട്ട് പോകാം. റോമാലേഖനം 8-ാം അധ്യായം തന്നെ അതിൻ്റെ 23-ാം വാക്യം ഒന്ന് വായിക്കാം. 23-ാം വാക്യം. ആമേൻ. ആ ആ ആ അപ്പോൾ നോക്കൂ, നമ്മുടെ ആത്മീക അനുഭവം അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ച നാമും നമ്മളുടെ ആ ക്രിസ്തുവേശുവിലുള്ള നമ്മുടെ ആ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്നുകൊണ്ട് നമ്മുടെ അന്തരാത്മാവ് ഞരങ്ങുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനും ഈ ലോകം പൂർണ്ണമായ സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല. ഈ ലോകത്തിലുള്ളത് എന്തെല്ലാം നമ്മൾ കരഗതമാക്കിയാലും ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് ഈ ലോകത്തിലുള്ളതിലൊന്നും അമിതമായി സന്തോഷിപ്പാൻ സാധ്യമല്ല, കഴിയുകയില്ല. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, അവൻ്റെ ആത്മാവ് ഈ പേടകത്തിനകത്ത്, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ഭാഷയിൽ പറഞ്ഞാൽ ഈ മൺകൂടാരത്തിനകത്ത് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞരക്കമനുഭവിക്കുകയാണ്. ആരെങ്കിലും ഈ ലോകം എനിക്ക് യോഗ്യമാണെന്ന് പറയുന്നെങ്കിൽ ഓർത്തോണം, അവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിനുള്ളവന് ഇവിടുത്തെ അധികാരത്തിൽ പ്രശംസിപ്പാൻ കഴിയത്തില്ല, സമ്പത്തിൽ പ്രശംസിപ്പാൻ കഴിയത്തില്ല, ഉന്നതമായ സ്ഥാനങ്ങളിൽ പ്രശംസിപ്പാൻ കഴിയത്തില്ല, സീരിയലിൽ സന്തോഷിപ്പാൻ കഴിയത്തില്ല, സിനിമയിൽ സന്തോഷിപ്പാൻ കഴിയത്തില്ല, റീൽസിൽ സന്തോഷിപ്പാൻ കഴിയത്തില്ല. ഷേർലി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മദ്യത്തിലും മയക്കുമരുന്നിലും സന്തോഷിപ്പാൻ കഴിയുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ആത്മാവ് ഈ പേടകത്തിനകത്ത് ഞരങ്ങുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുന്ന ഉയർപ്പിന്റെ സുപ്രഭാതമാണ് അവന്റെ ഹൃദയത്തിലെ മണിയടി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഉള്ളിൽ ഈ ഞരക്കമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ രക്ഷിക്കപ്പെട്ടവനാണ്, നീ മുദ്രയേറ്റവനാണ്, നീ വീണ്ടും ജനനം പ്രാപിച്ചവനാണ്. നിനക്ക് ഈ ലോകം യോഗ്യമല്ല, എന്നാൽ ഇതിന്റെ അപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു നിത്യ നഗരമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം വിശ്വാസത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നതുപോലെ ഒരു ദൈവ പൈതലിന് ഒരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പ് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നത് ഓർത്ത് ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ആദ്യ ദാനം ലഭ്യമായ നമ്മൾ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കുന്നതിന് മുന്നമേ തന്നെ ആ കനാൻ നാട്ടിലെ ചില നന്മകൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. അത് പാലും തേനും ഒഴുകുന്ന രാജ്യമാണ്, അഭിവൃദ്ധിയുള്ള സമൃദ്ധിയുള്ള നാടാണ് എന്ന് അവർക്കറിവുള്ളതാണ്. ഏറ്റവും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല ശുദ്ധജലം ലഭ്യമാകുന്ന സ്ഥലം, എല്ലാ അർത്ഥത്തിലും ഏറ്റവും ശ്രേഷ്ഠമായതാണ് ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചതെങ്കിലും അവരക്ഷരാർത്ഥത്തിൽ അവിടെ കാലുകുത്തുന്നതിന് മുന്നമേ ആ നന്മ അവർ കണ്ടു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദേശം ഉറ്റുനോക്കാൻ പോയ മൂപ്പന്മാരിൽ യോശുവയും കാലേബും എസ്കോൽ താഴ്വര വരെ ചെന്ന്
അവിടെ നിന്നൊരു മുന്തിരി അതിൻ്റെ കൊലയോടെ പറിച്ചെടുത്ത് അതിൽ ഒരാൾ മുൻപിലും മറ്റൊരാൾ പുറകിലുമായി അവരുടെ തോളിൽ ഒരു പോള് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തടിക്കഷണം എന്തെങ്കിലും വെച്ച് അതിൽ തൂക്കിയിട്ട് അവർ കൊണ്ടുവന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സാക്ഷാൽ മുന്തിരിവള്ളിയും. ഹല്ലേലൂയ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അതിലൊരാൾ മുമ്പേ നടന്നു. ആ ആള് ആ മുന്തിരിക്കൊല കാണുന്നില്ല, എന്നാൽ പുറകെ വരുന്ന ആള് അത് ചുമക്കുന്നുമുണ്ട്, അത് കാണുന്നുമുണ്ട്. പഴയ നിയമവിശുദ്ധന്മാരിൽ പലർക്കും നമ്മുടെ കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചെങ്കിലും അവർക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോൾ അരുമനാഥനായ കർത്താവിനെ കണ്ട് അവൻ്റെ മാധുര്യം അനുഭവിച്ച് അവനെ ആരാധിക്കത്തക്കവണ്ണം ആ ആദ്യദാനം ലഭ്യമായ ദൈവജനങ്ങളുടെ അധരങ്ങളൊന്ന് തുറക്കപ്പെടട്ടെ, ഹൃദയങ്ങളൊന്ന് തുറക്കപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം അല്പസമയം ഈ ആരാധനാലയത്തിൽ നമ്മുടെ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ, കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. Glory to God, hallelujah. പുതിയ നിയമസഭ എന്നുള്ളത് മറയപ്പെട്ട ഒരു മർമ്മമായിരുന്നു എന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നെങ്കിലും അബ്രഹാമിന് അതറിയാമായിരുന്നില്ല, മോശയ്ക്ക് അതറിയാമായിരുന്നില്ല, പ്രവാചകന്മാർക്ക് ആർക്കും അതറിയാമായിരുന്നില്ല. അത് മറയപ്പെട്ട ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അബ്രഹാം പോലും ആ യേശുവിൻ്റെ ആ ദിവസം കാണുവാൻ, അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാർ ആ ക്രിസ്തുവിൻ്റെ നാള് കാണുവാൻ ആഗ്രഹിച്ചെങ്കിലും അവർക്കതിന് കഴിയാതിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മുടെ അരുമനാഥൻ്റെ ആ മുറിവേറ്റ ആ ഹൃദയം കണ്ട് അവനെ ആരാധിക്കത്തക്കവണ്ണം നമ്മെ അവൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഓർക്കുമ്പോൾ അതാണ് സഭയുടെ തെരഞ്ഞെടുപ്പ്. ഇനി ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. സഭ പാരമ്പര്യമായി ലഭ്യമാകുന്നതല്ല, ക്രിസ്തീയ സഭയിലെ അംഗത്വം പാരമ്പര്യമായി ലഭ്യമാകുന്നതല്ല, അതിലെ ശുശ്രൂഷ പാരമ്പര്യമായി ലഭ്യമാകുന്നതല്ല. പിന്നെ അത് ആർക്കു വേണ്ടിയാണ്? ദൂരസ്ഥന്മാരായ ഏവർക്കും നമ്മുടെ കർത്താവ് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവായ ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതാണ്. അനേകർക്ക് മറയപ്പെട്ട, അനേകർക്ക് ലഭ്യമാകാതിരുന്ന ആ സഭയിലേക്ക് നമ്മുടെ കർത്താവ് നമ്മെ ചേർത്തു എന്നുള്ളത് ഓർക്കുമ്പോൾ അതാണ് നമ്മുടെ ആരാധനയുടെ കാതൽ. ആ സ്നേഹമാണ് നമ്മുടെ ആരാധനയുടെ കാതൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ കൂടെ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 2ഉം 3ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 2 കൊരിന്ത്യർ 5-ന്റെ 2ഉം 3ഉം. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ആദ്യമായിട്ട് വായിച്ചോ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ ഏത് കൂടാരത്തിലാ? ഈ മൺകൂടാരം. അതുകൊണ്ടാ വിശുദ്ധ പത്രോസ് പറയുന്നത്, എൻ്റെ കൂടാരം അത് പൊളിയുവാൻ സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ കൂടാരം പൊളിയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. ഹല്ലേലൂയ. ഈ മൺമയമായത് വിൺമയമായതിനെ പ്രാപിക്കുന്നത് വരെ ഒരു ദൈവ പൈതൽ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ആ ഞരക്കം നമ്മുടെ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടയാളമാണ്, ദൈവ പൈതലാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഈ ലോകത്തിലുള്ളതൊന്നും എനിക്ക് പൂർണ്ണമായ സംതൃപ്തി നൽകി തരുന്നില്ല. എൻ്റെ സംതൃപ്തി എവിടെയാണെന്നറിയാമോ? ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ല, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് മടങ്ങി വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ.
അതാണ് ആ ഉള്ളിലെ ഞരക്കം. ആമേൻ. 8-ാം അധ്യായം തന്നെ 22-ാം വാക്യം ഒന്ന് വായിച്ച്. 8-ാം അധ്യായം 22-ാം വാക്യം. ആമേൻ. റോമാലേഖനം. സർവ സൃഷ്ടികളും ഇന്നുവരെ ഒന്നുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുകയാണ്. അതാരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇതുവരെ നമ്മൾ ഈ കേട്ടിട്ടുള്ള ഒരു കാര്യമല്ല. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജൂൺ 1 സ്കൂൾ തുറക്കും, അന്ന് മഴയും വരും. പക്ഷെ അന്ന് ഈ ന്യൂനമർദ്ദവും അധികമർദ്ദവും ഒന്നും കേട്ടിട്ടില്ല, ഒരു മർദ്ദങ്ങളുമില്ല. പക്ഷെ മഴ ഇങ്ങ് വരും. ഭൂമി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണമെന്നറിയാമോ? പാഴ്ശൂന്യമായിരുന്ന ഭൂമിയെ സർവശക്തൻ പുതുക്കിപ്പണിതു. ആമേൻ. മനോഹാരിതയുള്ളതാക്കി. അതിനകത്ത് ആദമിനെ ഹവ്വയെയും പാർപ്പിച്ചു. പാർപ്പിച്ച ആ ഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ ദൈവം ആക്കിയ സാഹചര്യം എന്താണെന്ന് അറിയണമെങ്കിൽ, രണ്ടുപേർക്കും വസ്ത്രമുണ്ടായിരുന്നില്ല, പക്ഷെ നാണം ഉണ്ടായിരുന്നില്ല. എന്തൊരു വിരോധാഭാസമാണത്! അപ്പം അങ്ങനെ ഒരു പ്രകൃതി, അങ്ങനെ ഒരു ശരീരത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമുക്കറിയാം, ഇപ്പം ഈ ഓഡിറ്റോറിയത്തിൽ, ഈ ഹാളിൽ ഈ ലൈറ്റും പോയി ഈ ഫാനും പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും, വളരെ വേഗം വ്യത്യാസം വരും. അപ്പോൾ ഇതിനേക്കാൾ വളരെയേറെ ലൈറ്റുകളുള്ള, അല്ലെങ്കിൽ ഒരു AC പ്രവർത്തിക്കുന്ന, നല്ല കൂളായ, നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളിരിക്കുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ടു പോയാൽ, അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയാണെങ്കിൽ പിന്നെ അവിടെ വെളിച്ചമില്ല, വായു സഞ്ചാരമില്ല. ഏതാനും നിമിഷം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടിലായിത്തീരും. അതുപോലെ ആദാമിൻ്റെ വീഴ്ചയെങ്കിൽ ഈ ഭൂമിയുടെ പ്രതാപം നഷ്ടപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഡിസൈൻ ചെയ്ത സ്ഥാനത്ത് നിന്ന് അത് നിലംപരിചായതുകൊണ്ട് ഈ പ്രപഞ്ചം നിലവിളിച്ചുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയാ? അതിനൊരു ഉദ്ധാരണം വേണം. ആമേൻ. ഹല്ലേലൂയ. ഈ ഭൂമിക്ക് ഒരു ഉദ്ധാരണം ഉണ്ടായെങ്കിലേ മതിയാകുകയുള്ളൂ. ഭൂകമ്പങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, ക്ഷാമത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, മുൻകാലങ്ങളിലൊന്നും നമ്മൾ കേട്ടിട്ടുള്ളതല്ലല്ലോ. ഇപ്പം വെറുതെ വീട്ടുവാതൊക്കെ കൊണ്ടുവന്ന് മീൻ തന്നാൽ ആളുകൾ വാങ്ങിക്കത്തില്ല, വേണ്ടെന്നാണ് പറയുന്നത്. എന്താ കാര്യം? ഒറ്റ കപ്പൽ മറിഞ്ഞു, അതേന്ന് കുറേ പിന്നെ അതിൻ്റെ കണ്ടെയ്നർ കുറച്ച് വെളിയിൽ വീണെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ അപകടകരമായ പല കാര്യങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം നടക്കുന്ന സ്ഥാനത്ത് ഈ പ്രപഞ്ചം മുഴുവൻ എത്രയധികം മലീമസമായി തീർന്നത് കൊണ്ട് ഈ ഭൂമി ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ഈ ഭൂമിയിൽ നോക്കൂ, ഇസഹാക്ക് 100 മേനി കൊയ്തെടുത്തതാണ് ഈ ഭൂമിയിൽ. ശപിക്കപ്പെട്ട ഭൂമിയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് 100 മേനി വിളവെടുക്കാൻ കഴിഞ്ഞ ഈ ഭൂമി ഇപ്പോൾ എത്രയോ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, കാലം കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ മരിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കും. ആമേൻ. ഈ പർവ്വതം എൻ്റെ മേൽ വീണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ ഇനിയും ഈ ഭൂമി വെന്തെരിയും. കഷ്ടത. എന്നിട്ട് ഈ ഭൂമി മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിക്കും ഒരു വീണ്ടെടുപ്പുണ്ട്. ആമേൻ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ പുതുക്കി പണിയും. നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പഴയ ആകാശവും പഴയ ഭൂമിയും മാറിപ്പോയി. ഹല്ലേലൂയ. അപ്പം നോക്കൂ, ഈ ഭൂമിയെ നമ്മുടെ കർത്താവ് പുതുക്കി പണിയും. അതുവരെ ഇവിടെ ഇങ്ങനെയുള്ള പ്രകമ്പനങ്ങൾ, ഭൂകമ്പങ്ങൾ, ശബ്ദം, കോലാഹലം എന്ന് മാത്രമല്ല, തിരുവെഴുത്ത് നമ്മൾ പഠിച്ചാൽ ഹാബേല് മുതലുള്ള വിശുദ്ധന്മാരുടെ രക്തം ഈ ഭൂമിയിൽ കിടന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ശാപാവസ്ഥയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ പുതുക്കി പണിയും. യെരുശലേം എന്ന വിശുദ്ധ നഗരം
മണവാളനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഇറങ്ങി സ്വർഗത്തിൽ നിന്ന് വരുന്നതും ഞാൻ കണ്ടു. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി ദുഃഖമുണ്ടാകുകയില്ല, മുറവിളി ഉണ്ടാകുകയില്ല, മരണമുണ്ടാവുകയില്ല. ഹല്ലേലൂയ! ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. ഹല്ലേലൂയ! ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഇവിടെ നിനക്ക് പൂർണ്ണമായ വിളവില്ല, ഇവിടെ നിനക്ക് പൂർണ്ണമായ ഫലമെടുക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ എൻ്റെ കർത്താവ് ഇതിനെ പുതുക്കി പണിയുന്നൊരു നാളുണ്ട്. അതോർക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നു, നന്ദി കൊണ്ട് നിറയുന്നു. നമ്മുടെ കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ! 26 വാക്യം ഒന്ന് വായിച്ച്. റോമാലേഖനം 8 അധ്യായം അതിൻ്റെ 26 വാക്യം. ആമേൻ. ആ ആ ആ ആത്മാവ് താൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പം നമ്മുടെ മനസ്സ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം പാർക്കുന്ന ഈ പ്രപഞ്ചം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് നമുക്ക് ഏറ്റവും അധികം സഹായകമായി നിൽക്കുന്നൊരു കാര്യമുണ്ട്. ആത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാൻ പാടില്ലല്ലോ. ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു, നമുക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ തനിച്ചല്ല. ആമേൻ. ഹല്ലേലൂയ! നമ്മൾ ഈ ലോകത്തിൽ ഏകരായിട്ടുള്ളവരോ അനാഥരായിട്ടുള്ളവരോ അല്ല. വേദപുസ്തകം നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ! തുടനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിശുദ്ധ പൗലോസ് പറയുന്നൊരു പ്രസ്താവന നമുക്കറിയാം. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എൻ്റെ കർത്താവ് എനിക്ക് തുണ നിന്ന് സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഹല്ലേലൂയ! ആപത്തിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ മധ്യസ്ഥത. ഒരു ദൈവ പൈതൽ ഈ പ്രപഞ്ചത്തിൽ ഏകനല്ല. നമ്മുടെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഈ ഭൂമി മുഴുവൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഒരു കാര്യം ഓർക്കുക, ആത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! ആ ഞരക്കം മാത്രമല്ല, നമ്മുടെ പ്രാണപ്രിയനായ കർത്താവ് നമുക്ക് വേണ്ടി ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിലനിൽക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ, പത്രോസേ ഗോതമ്പ് പോലെ നിന്നെ പാറ്റിക്കളയുവാൻ പിശാച് എന്നോട് എത്ര പ്രാവശ്യം അനുമതി ചോദിച്ചു എന്ന് നിനക്കറിയാമോ? എന്നാൽ നീ പിന്മാറിപ്പോകാതിരിപ്പാൻ ഞാൻ സാത്താൻ അനുമതി കൊടുത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു സർവശക്തൻ ഉയരത്തിലുണ്ട് എന്നുള്ളത് ഓർക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയും. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാനിടയാകട്ടെ. അതുകൊണ്ട് ഇനി ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 37 വാക്യം കൂടി ഒന്ന് വായിച്ചേ. 8-ാം അധ്യായം അതിൻ്റെ 37 വാക്യം. ആമേൻ. നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമുക്കിനി തോൽവിയില്ല. എല്ലാ ആത്മീക പോരാട്ടങ്ങളിലും നാം ഇതിലൊക്കെയും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോൾ ഇതിലൊന്നും പിശാചിന് എന്നെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. നാം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു ദൈവത്തിൻ്റെ കരുണയാൽ. ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളായിട്ടുള്ളതുമല്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാ ഞങ്ങളുടെ യുദ്ധം ജയിക്കുന്നത്? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങൾക്ക് മൺകൂടാരങ്ങളിലത്രേ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ! എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു.
ഇതിലൊന്നും നമ്മെ തോൽപ്പിക്കുവാൻ പിശാചിന് ഒരിക്കലും സാധ്യമല്ല. ക്രിസ്തുവേശുവിലുള്ള ഒരു ദൈവ പൈതലിന് ശിക്ഷാവിധിയില്ല. ക്രിസ്തുവേശുവിലുള്ള ഒരു ദൈവ പൈതലിന് തോൽവിയില്ല. ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമ 8-ാം അധ്യായം തന്നെ അതിൻ്റെ 39-ാം വാക്യം. ആമേൻ. 8-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം. ആ ആ ആ ആ ആ ആ ആ ആ ആ മൂന്നാമതായിട്ടുള്ള കാര്യം ഇതാ, വേർപിരിക്കാനാവില്ല. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗാഡ്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ശിക്ഷാവിധി ഒഴിവാക്കിയ കർത്താവ്, മധ്യസ്ഥത അണച്ച് നിലനിർത്തുന്ന കർത്താവ്, തോൽക്കാൻ അനുവദിക്കാതെ ധൈര്യവും ശക്തിയും പകർന്നു നൽകുന്ന ആ കർത്താവ്, നിലനിർത്തുന്ന കർത്താവ്, അവൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആമേൻ. ഹല്ലേലൂയ. എന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ വിശുദ്ധ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ സഭയെ ചോദ്യം ചെയ്യുന്ന അനവധി ചോദ്യങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ആഞ്ഞടിക്കാം. പക്ഷെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ ശിക്ഷാവിധി ഒഴിവാക്കി തന്ന എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ എന്നെ ജയോത്സവമായി നടത്തുന്ന എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ആത്മാവ്, എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന എൻ്റെ കർത്താവ്, ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഹല്ലേലൂയ. ഇനി എന്ത് പറയേണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ് എന്നിവരെക്കുറിച്ച് പറയാൻ സമയം പോരാ. വിശ്വാസത്താൽ, ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം എബ്രായ മോളെ 11:34. ആ ആ ആ ആ എബ്രായർ 11:34 തീയുടെ ബലം. അവനെ അതിൻ്റെ 2-3 വാക്യങ്ങൾ മേളിൽ നിന്ന് വായിച്ചു. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ ലഭിച്ചു. മറ്റു ചിലർ ഏറ്റവും നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭ്യമാകേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജഡയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. മതി. ആമേൻ. ഹല്ലേലൂയ. എത്രയോ വിശുദ്ധന്മാർ അവർ വിശ്വാസത്തിൽ മരിച്ചു എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ അവർ കടന്നുപോയ സാഹചര്യം എത്ര ദാരുണമായിരുന്നു. ജഡയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ, പച്ചജീവനെ പിടിച്ചിട്ട് ആടിനെ കൊന്ന് അതിൻ്റെ തോലിനകത്ത് മനുഷ്യരെ പൊതിഞ്ഞിട്ട് ഏറ്റവും വലിയ വെയിലത്തേക്ക് അവരെ വലിച്ചെറിയും. 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്,
ഈ തോലിൻ്റെ അകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മാംസത്തിൽ നിന്ന് പുഴുക്കളുണ്ടാകും. അത് അവരുടെ ശരീരത്തെ അരിച്ച് ഇറങ്ങും. മറ്റൊന്ന്, തോല് ഉണങ്ങിക്കഴിയുമ്പോൾ അത് കൂടുതൽ ചുരുങ്ങി വന്ന് ഞെരുക്കും. അങ്ങനെ ഉഷ്ണമേറ്റ് ഈ പുഴുക്കളാൽ കടിയേറ്റ് ശ്വാസം മുട്ടി മണിക്കൂറുകളെടുത്താണ് ഈ വിശുദ്ധന്മാർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുന്നത് എന്ത്? കഷ്ടതയോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും വേർതിരിക്കുവാൻ സാധ്യമല്ല. ഇവിടെ ഗായക സംഘം പാടിയപ്പോൾ പറഞ്ഞല്ലോ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാര്യം. എത്രയധികം നൊമ്പരപ്പെട്ട് ചാട്ടവാറാലുള്ള അടിയേറ്റ് മുറിവേൽക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ശിക്ഷാവിധിയില്ല, തോൽവിയില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് മാറ്റാൻ ഒരു ശക്തിക്കുമാവില്ല. ഇവിടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാനിടയാകട്ടെ. നാം വിശുദ്ധ തിരുമേശയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. എത്രയധികം പ്രാധാന്യമുള്ള, എത്രയധികം വിശുദ്ധിയോടും വേർപാടോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണിത് എന്ന് നമുക്കറിവുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്ക്, നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിങ്കിലേക്ക് നോക്കുക. ആമേൻ. ഹല്ലേലൂയ. നമ്മെ വെട്ടിയെടുത്തൊരു പാറയുണ്ട്. അത് അബ്രഹാമും സാറായുമല്ല. നമ്മെ വെട്ടിയെടുത്ത പാറ, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആമേൻ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമാകേണ്ടതിന് പണിയപ്പെടുന്നു. ആമേൻ. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ആത്മീക പാറ. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധ തിരുമേശയോടുള്ള ബന്ധത്തിൽ നാം സമീപിക്കുമ്പോൾ നമുക്ക് ഓർക്കുവാനുള്ള ഒരു കാര്യം, നമ്മുടെ കർത്താവ് പറഞ്ഞത്, ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇതിന്